കേരളത്തിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടക്കുമ്പോൾ കേരളത്തിനൊപ്പം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിനെ ഒഴിവാക്കി. അസമിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക പരിശോധന മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് പി ബസന്ത് നൽകും. ബസന്ത്, ഇത് ഒരുമിച്ച് ഇത്തരത്തിൽ SIR പ്രഖ്യാപിച്ചിരുന്നതാണ്. അസമിന്റെ കാര്യത്തിൽ ഷെഡ്യൂൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ വരുന്ന വാർത്ത ഇതൊരു പ്രത്യേക പരിശോധന മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നടക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് അസമിനെ തീവ്ര പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുന്നത്? കാരണം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒന്നിച്ച് ഈ SIR-നെ എതിർത്തതാണ്. അസമിലെ കാര്യം നോക്കുമ്പോൾ അവിടെ BJP ഭരിക്കുന്ന സർക്കാരാണ് ഉള്ളത്. ഇതൊരു പ്രത്യേക പരിഗണന അസമിന് കൊടുത്തോ? ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവേചനമുണ്ടോ? എന്തുകൊണ്ടാണ് അസമിൽ വെറും പ്രത്യേക പരിശോധന മാത്രമായി ചുരുങ്ങിയത്? അടുത്ത കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയുടെ സമഗ്ര പരിഷ്കരണം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ ആസാമിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് അന്നുണ്ടായത്. അസമിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ തീരുമാനമുണ്ടാകും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അസമിൽ ഇപ്പോൾ സാധാരണയായുള്ള ഒരു സ്പെഷ്യൽ റിവിഷൻ നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. SIR-ൽ നിന്നും വ്യത്യസ്തമായി സാധാരണ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും തൊട്ടുമുമ്പ് നടക്കുന്ന വോട്ടർ പട്ടികയുടെ പരിശോധനയാണ് സ്പെഷ്യൽ റിവിഷൻ. എന്തുകൊണ്ട് SIR ആസാമിൽ വേണ്ടെന്ന് വെച്ചു എന്നുള്ള ചോദ്യം വരും ദിവസങ്ങളിൽ ചർച്ചയാകും. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾക്കും ഇത് വഴിവെക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത് അസമിൽ നിലവിലുള്ള പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതായത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് അസമിൽ NRC എന്നറിയപ്പെടുന്ന നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് തയ്യാറാക്കിയത്. ഈ പൗരത്വ പട്ടിക അതിൻ്റെ കരട് മാത്രമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 3.3 കോടി പേരുള്ള ഈ പട്ടികയിൽ നിന്നും 19.6 ലക്ഷം പേർ പുറത്താണ്. അസമിലെ വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥരടക്കം കരസേനയിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ഇത് വലിയ തോതിൽ വിവിധ കോടതികളിലായി കേസും മറ്റും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അസാം കരാറുമായി ബന്ധപ്പെട്ട് ഈ പൗരത്വ വിഷയം വലിയ ചർച്ചയായതുമാണ്. അപ്പോൾ ഈ കേസുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ SIR നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. SIR-ൽ നിന്നും SR-നെ വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിൽ നിന്നും സ്പെഷ്യൽ റിവിഷനെ വ്യത്യസ്തമാക്കുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, എനുമറേഷൻ ഫോം വോട്ടർമാർ പൂരിപ്പിച്ച് നൽകേണ്ടതില്ല. 2, എന്തെങ്കിലും രേഖകൾ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുമില്ല. ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കി സാധാരണയായുള്ള ഒരു പരിശോധന മാത്രമായിരിക്കും സ്പെഷ്യൽ റിവിഷനിൽ നടക്കുക. പക്ഷേ അസമിൽ ഇത്തവണ വീടാന്തരം കയറിയുള്ള ഒരു പരിശോധന കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.